ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസ് നേതാവ് 2024 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചു വിജയിച്ചു. ഇയാൾ മത്സരിച്ചിരിക്കുന്ന ആ സമയത്ത് ഇയാൾ MLA ആയിരുന്നു. 2021 പാലക്കാട്ട് നിന്നും അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട MLA. അപ്പോൾ ഇയാളുടെ കാലാവധി 2026 വരെ ഉണ്ട്. അപ്പോൾ 2 കൊല്ലത്തിന് മുൻപേ ഇയാള് രാജിവെച്ചിട്ടാണ് ഈ പാർലമെന്റിലേക്ക് മത്സരിച്ചത്. അതുകൊണ്ട് എന്തു പറ്റി? ഇവിടെ അസംബ്ലിയിൽ ബൈ ഇലക്ഷൻ വേണ്ടി വന്നു. ഇപ്പോഴിതാ അയാൾ അസംബ്ലി ഇലക്ഷന് പാലക്കാട്ട് നിന്നും മത്സരിക്കാൻ പോകുന്നു എന്നാണ്. അങ്ങനെ വരുമ്പോൾ അയാൾ വിജയിക്കുകയാണെങ്കിൽ പാർലമെന്റിലേക്ക് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വേണ്ടിവരും. അപ്പോൾ ഇയാൾ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഇവിടുത്തെ ജനങ്ങളെയും സർക്കാരുകളെയും തള്ളിയിട്ടു. ഇനി രണ്ടാമതൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൂടി ജനങ്ങളെയും സർക്കാരിനെയും തള്ളിയിടുന്ന ഒരു സ്ഥാനത്ത്, ഒരു പൊസിഷനിലാണ് അയാൾ നിൽക്കുന്നത്. ഇതെന്തു വില കൊടുത്തും എതിർക്കേണ്ടതാണ്. ഇത് ജനാധിപത്യ ധ്വംസനമാണ്. ഇത് വെച്ചു പുലർത്താൻ പാടില്ല. നമുക്കറിയാം, ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് എന്തുമാത്രം ചെലവ്, ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് എന്തുമാത്രം ചെലവ്, ജനങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ട്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സർക്കാരിന് നൽകേണ്ട സേവനത്തിൽ വരുന്ന ആ ഭംഗം, ഇതെല്ലാം കണക്കിലെടുക്കണം. ഇനി ഒരാൾ ഇങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ ഈ സർക്കാരിനും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ഉണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങൾക്കും, ജനങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും തക്കതായ കോമ്പൻസേഷൻ കെട്ടിവെച്ചിട്ട് മാത്രമേ ഒരു സിറ്റിംഗ് MLAയോ ഒരു സിറ്റിംഗ് MPയോ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കോ മത്സരിക്കാൻ അനുവദിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു സംവിധാനം നമ്മൾ ഒന്നുകൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. അസംബ്ലിയിൽ മത്സരിച്ച് വിജയിക്കുമ്പോൾ ആ വിജയിപ്പിച്ച ജനങ്ങളുടെ പ്രതീക്ഷ ഇയാൾ 5 കൊല്ലം നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നാണ്. പാർലമെന്റിലേക്ക് ഇയാളെ പറഞ്ഞയക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മെമ്പറെ തിരഞ്ഞെടുത്ത് വിടുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം എന്താ? ഇയാൾ 5 കൊല്ലം തങ്ങളെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ ഉണ്ടാകുമെന്നാണ്. ഈ പ്രതീക്ഷ ഇവർ തുറന്നു തന്നെയോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിലൂടെയോ സമ്മതിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മത്സരിച്ച് ജയിക്കുന്ന ഇത്തരം വ്യക്തികള് തികഞ്ഞ ക്രിമിനലുകളാണ്. അവർ ചീറ്റേഴ്സാണ്, ജനങ്ങളെ വഞ്ചിക്കുന്നവരാണ്. ഇത്തരം ആൾക്കാരെ മൂലക്കിരുത്തേണ്ട സമയം വളരെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ മത്സരിക്കണമെങ്കിൽ നഷ്ടപരിഹാരം കെട്ടിവെക്കണം എന്നുള്ളൊരു നിയമം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇതിനെ അനുകൂലിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അവരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു.